ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാർത്ഥി ലോകം ഈസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലാദ്യമായി $1 79 താഴെയായി. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇന്ത്യൻ കറൻസി പലതവണ എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തിയിരുന്നു. എന്നിരുന്നാലും ഇത് ആദ്യമായാണ് $1 79 കുറയുന്നത്. മാർക്കറ്റ് ഡാറ്റ അനുസരിച്ച് $1 78.98 എന്ന നിരക്കിൽ വിപണി ആരംഭിച്ചതിന് ശേഷം $1 79.12 എത്തുകയായിരുന്നു ഇന്ത്യൻ റുപ്പി. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവാം, എന്തുകൊണ്ടാണ് ലോകത്തുള്ള എന്ത് എക്സ്ചേഞ്ച് ചെയ്താലും അമേരിക്കൻ ഡോളർ ഉപയോഗിക്കുന്നതെന്ന്. ഇതിന് കാരണം ഒരു കറൻസിയുടെ എക്കണോമിക്കലി, പൊളിറ്റിക്കലി അതിനുള്ള സ്റ്റെബിലിറ്റി, കൂടാതെ ഒരു കറൻസിയുടെ അവൈലബിലിറ്റിയെയും ബേസ് ചെയ്താണ് ഒരു കറൻസി ഗ്ലോബൽ കറൻസിയായി മാറുന്നത്. ലോകത്തിലെ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള കറൻസി സ്വിസ് ഫ്രാങ്ക് ആണ്. പക്ഷേ ഇതിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് ഇതിനെ ഗ്ലോബൽ കറൻസിയായി മാറ്റാത്തത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നത് എന്ന് നോക്കാം. പ്രധാനമായും 3 രീതികളിലാണ് രാജ്യങ്ങൾ അവരവരുടെ വിനിമയ നിരക്കുകൾ ഫിക്സ് ചെയ്യുന്നത്. 1 ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, 2 ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്, 3 മിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഇതിൽ മിക്ക പ്രധാന രാജ്യങ്ങളും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റാണ് പിന്തുടർന്നു വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് നോക്കാം. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ ഓരോ കറൻസിയുടെയും ഡിമാൻഡും സപ്ലൈയും അനുസരിച്ച് കറൻസിയുടെ വില നിർണ്ണയിക്കുന്നതിനെയാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് നോക്കാം. രാജ്യത്തിൻ്റെ ഔദ്യോഗിക കറൻസി വിനിമയ നിരക്കിനെ മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായോ സ്വർണത്തിൻ്റെ വിലയുമായോ ബന്ധിപ്പിക്കുന്നതിനെയാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എക്സ്ചേഞ്ച് റേറ്റായ മിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് നോക്കാം. ഇത് പേരിലുള്ളതുപോലെ തന്നെ മിക്സഡ് ആണ്. എന്ന് വെച്ചാൽ ഭൂരിഭാഗം സമയവും ഇത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും. എന്നാൽ ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞാൽ ഗവൺമെൻറ് ഇടപെട്ട് ഈ എക്സ്ചേഞ്ച് റേറ്റിനെ മാറ്റും. ഇതിനെയാണ് മിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളത്തെ രാജ്യത്തെ പ്രധാന വാർത്തയുടെ വിശകലനവുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.